കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് താങ്കൾ രാജ്യസഭ എംപിയായി വരുമ്പോൾ ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്താണ് കേരളത്തിലെ അണികൾക്ക് അതിലൂടെ നൽകുന്ന സന്ദേശം എന്നാണ് താങ്കൾ കരുതുന്നത്? ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭാരതത്തിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. അത് ഭാരതത്തെ സർവാംഗീണമായ പുരോഗതിയിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വികസിത ഭാരതം എന്നത് ഒരു മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. വികസിത ഭാരതം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകണമെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും വികസിതമാകണം, സംസ്ഥാനങ്ങളിൽ ജില്ലകളും ഗ്രാമങ്ങളും വികസിതമാകണം. ആ നിലയ്ക്ക് നമ്മുടെ നാടിനെ വികസനത്തിൻ്റെ വലിയ തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിയുന്ന പ്രായോഗിക സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ദേശീയ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളോടും പ്രത്യേകമായ അവരവരുടെ വിഭവങ്ങൾ ഉപയോഗിച്ച് അവരവരുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി വികസനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മോദിജി കേരളത്തിൽ നിന്നുള്ള ഒരാളെ രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുക, രാഷ്ട്രപതി അത് അംഗീകരിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിക്കുക എന്നതു തന്നെ ഈ രീതിയിൽ നമ്മുടെ നാടിനെ ഉയർച്ചയിലേക്ക് നയിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കണം എന്നുള്ളത് തന്നെയാണ് സന്ദേശം. ആ സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. കേരളത്തിലെ പൊതുസമൂഹത്തെ ഉയർച്ചയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അതാണ് ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ മോദിജി ഈ ഒരു ആശയത്തിലൂടെ എന്നോട് അദ്ദേഹം പറഞ്ഞത് ഒരു ദൗത്യമേൽപ്പിക്കുന്നു എന്നതാണ്. ആ ദൗത്യം ഈ പറയുന്ന തരത്തിൽ സമൂഹത്തിൻ്റെ പൊതുവിലുള്ള ഉയർച്ചയെ സാധ്യമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പൊതുസമൂഹത്തിനുള്ള സന്ദേശം. രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് പഞ്ചമില്ലാത്ത നാടാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതിനു ശേഷം പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഞാനത് കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ വിവാദങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുണ്ട്. വിവാദങ്ങൾക്ക് പകരം സംവാദങ്ങളാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ BJP അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പ്രവർത്തകന്മാരായിട്ടുള്ളവർ. അത്തരം വിവാദങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് അതിന് മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ അത് ഒരു വലിയൊരു വിഷയമായി എടുത്ത് നമ്മുടെ ചർച്ച വഴിമാറ്റി കൊണ്ടുപോകാനുള്ളൊരു തോന്നലേ ഞങ്ങൾക്കില്ല. അങ്ങനെ വേണമെന്നില്ല. നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം, നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാദങ്ങൾ ഒഴിവാക്കി സംവാദങ്ങളിലേക്ക് കടക്കാം. സംവാദങ്ങളിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരട്ടെ, പുതിയ പുതിയ പദ്ധതികൾ ഉരുത്തിരിഞ്ഞു വരട്ടെ. അതനുസരിച്ചുള്ള ഒരു മണ്ണൊരുക്കലാണ് നമുക്ക് ആവശ്യം. നാമനിർദ്ദേശത്തിന് ശേഷം രാഷ്ട്രീയമായി ഒരു വിഭാഗത്തിൽ നിന്ന് വലിയ തോതിൽ സൈബർ ആക്രമണവും താങ്കൾക്ക് നേരെയുണ്ടായി. അതെ, താങ്കൾ ഉദ്ദേശിച്ചത് എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഈ എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാകും എന്ന് ഞാൻ കരുതുകയാണ്. അതിനെ സംബന്ധിച്ച് സൈബർ ആക്രമണങ്ങൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പൊതുവെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പലർക്കെതിരെയും പലതിനെതിരെയും ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോയിട്ടുമില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. അത് സ്വാഭാവികമായ രീതിയിൽ കെട്ടടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിൽ കണ്ണൂരിൽ പ്രത്യേകിച്ച് ദശാബ്ദങ്ങളോളം നിലനിന്ന രാഷ്ട്രീയ അക്രമങ്ങൾ, ആ രാഷ്ട്രീയ അക്രമങ്ങളിൽ ദുരിതമനുഭവിക്കേണ്ടി വന്ന അനേകം ആളുകളിൽ ഒരാളാണ് ഞാൻ. എല്ലാ തരത്തിലും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നവരായിട്ടുണ്ട്. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയം എന്നുള്ളത് മേഡത്തിന് അറിയാമോ എന്നെനിക്കറിയില്ല. എനിക്ക് നേരെ നടന്ന അക്രമത്തിൻ്റെ പ്രതികളെ ശിക്ഷിച്ചുകൊണ്ട് കോടതി വിധി പ്രഖ്യാപിച്ചു. അത് ഹൈക്കോടതിയിൽ ഈ അടുത്താണ് അതിൻ്റെ ഫൈനൽ വിധി വന്നത്. അവസാന വിധി പ്രഖ്യാപിച്ചത് ഹൈക്കോടതിയിലാണ്. വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ആക്രമണമാണ് ഉണ്ടായത് 94 എന്ന് പലതവണ പലയിടത്തും പറഞ്ഞും എഴുതിയും ഒക്കെ വായിച്ചിട്ടുണ്ട്. അത് അത് ഓർമ്മയിലേക്ക് കൊണ്ടുവരണ്ട എന്നുകൂടി ഉണ്ടോ? ഓർമ്മ വരും. ആ ഓർമ്മ എന്നിലേക്ക് മാത്രമായി ഒതുക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ പറഞ്ഞല്ലോ, അത് വീണ്ടും വീണ്ടും ഒരുപക്ഷെ എന്നെ സ്നേഹിക്കുന്നവരിൽ എന്തെങ്കിലും തരത്തിൽ മറ്റു വികാരങ്ങൾ ഉണ്ടാക്കാൻ ഇടവരരുത്. എന്നെ അംഗീകരിക്കാത്തവരിൽ അല്ലെങ്കിൽ എന്നോട് വിയോജിക്കുന്നവരിൽ കൂടുതലായി അതിൻ്റെ ശക്തി വർദ്ധിക്കരുത്. കാരണം അത് നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കരുതലോടെ മാത്രമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ
എൻ്റേത് മാത്രമായിട്ട് ചുരുക്കണം എന്നതാണ് എൻ്റെ താല്പര്യം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിന് അത് ആദ്യം തുടങ്ങുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂർ എന്ന് പറയുമ്പോൾ അതൊരു ചോര കലർന്ന രാഷ്ട്രീയം എന്നൊരു വിലയിരുത്തലുമുണ്ട്. ആ കാലമൊക്കെ കഴിഞ്ഞു എന്നുകൂടിയുണ്ടോ? അപ്പോഴും ഇപ്പോൾ ഈ താങ്കളുടെ വ്യക്തിപരമായിട്ടുള്ള ആ അനുഭവം എടുക്കുമ്പോൾ അത് ആ ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നു. ആ കാലത്ത് അത് ശരിയായിരുന്നു എന്നുകൂടിയുണ്ടോ? അതെ, അതങ്ങനെ തന്നെയാണ്. അതൊരു ചരിത്രമായി അവിടെ അവശേഷിക്കും. അതവിടെ നിൽക്കട്ടെ, ആ രീതിയിൽ തന്നെ ഒരു സ്മൃതി ചിത്രമായി അതങ്ങനെ അവിടെ നിൽക്കും. പക്ഷേ നമ്മളൊരു കാര്യം, ഈ പറയുന്ന രീതിയിൽ ആശയങ്ങളെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം ആയുധം കൊണ്ട് നേരിടുക എന്ന നിലപാട് സ്വീകരിച്ച ആളുകൾക്ക് മറിച്ചൊരു ചിന്തയുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് സഹനം ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള സഹനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന സമാധാനം. നമുക്ക് അറിയാമല്ലോ, ഞാൻ ഓരോ സംഭവങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതാവശ്യവുമില്ല. ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന അനേകം കുടുംബങ്ങളുണ്ട്. ഒരുപാട് പേര് അച്ഛൻ നഷ്ടപ്പെട്ട മക്കളുണ്ട്, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്, സഹപ്രവർത്തകർ നഷ്ടപ്പെട്ടവരുണ്ട്, അനേകം പേരുണ്ട്. അവരൊക്കെ ഈ പറഞ്ഞതുപോലെ അതൊക്കെ അവരുടെ സ്വകാര്യ ദുഃഖമായി തന്നെ കൊണ്ട് നടക്കുകയും മൊത്തം സമൂഹത്തിന് ഗുണകരമാകുന്ന പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ടവരോ അല്ലെങ്കിൽ ദുരിതം അനുഭവിക്കേണ്ടി വന്നവരോ ആയിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളും അവരുടെ അടുപ്പക്കാരൊക്കെ ഇപ്പോഴും സാമൂഹ്യ സേവന രംഗത്ത് സക്രിയമാണ്, സജീവമാണ്. ബാക്കി എല്ലാം മാറ്റിവെച്ചുകൊണ്ട്, കാരണം അവർ നെഞ്ചിൽ സ്വീകരിച്ചതൊരു വലിയൊരു ലക്ഷ്യമാണ്. നമ്മുടെ നാടിൻ്റെ, ഞങ്ങളൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഈ ദേശീയമായ രാഷ്ട്രീയമായ സാമൂഹ്യമായ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുമ്പോൾ ഞങ്ങളൊക്കെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നാടിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ക്ഷേമം കൈവരിക്കാൻ കഴിയണം എന്നതാണ്. പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം എന്ന സംസ്കൃത പ്രയോഗമാണ്. നമ്മുടെ നാടിൻ്റെ പരമമായ വൈഭവം നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആലംബഹീനരായ ആളുകൾ, നിസ്സഹായരായ ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ ആളുകൾ, അനാഥരായ ആളുകൾ, അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്ന തികച്ചും ഭാവാത്മകമായ ശൈലിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ശൈലി പ്രവർത്തിക്കുമ്പോൾ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ വന്നുപെടുന്നു. അത് ഓരോ സമയത്തും സാധ്യമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അതിനെ ഞങ്ങൾ മറികടക്കുന്നു. വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. താങ്കളും പറഞ്ഞു ഇപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു കാലം, ഒരു ആക്രമണ കാലം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു ആക്രമണ കാലം അത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളത്തിൽ CPM-ഉം കേന്ദ്രത്തിൽ BJP-യും ഭരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുകയില്ല. അതായത് ഇത് നിർത്താനും അറിയാം എന്ന് കൂടിയാണോ? അതല്ലാതെ പോരാട്ട വീര്യം ഇല്ലാതായി പോയതുകൊണ്ടല്ലോ. പാർട്ടികൾക്ക് അവർക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത് നിർത്താനും അറിയാം എന്നുകൂടിയല്ലേ അതിൻ്റെ അർത്ഥം? അല്ല, നിർത്താനും അറിയാമെന്നല്ല. അപ്പം നമ്മളിപ്പോൾ തുടങ്ങാൻ ആരും ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങളായിട്ട് ചെയ്തിട്ടില്ല. വേറെ ചില ആളുകൾ തുടങ്ങി, അതിങ്ങനെ തുടർന്നു. അവരിൽ തന്നെ തിരിച്ചറിവുണ്ടായി. അതിന് സാമൂഹ്യ സമ്മർദ്ദം ഒരു കാരണമായിട്ടുണ്ട്, ഞങ്ങളുടെ സഹനം ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആധുനിക സമൂഹത്തിന് വർത്തമാന കാലത്ത് ഇതൊന്നും ചേർന്നതല്ലെന്ന് ആരാണോ തുടങ്ങിയവർക്ക് ബോധ്യമായി, അവരത് അവസാനിപ്പിച്ചു എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക. അതുകൊണ്ട് കേന്ദ്രത്തിൽ BJP-യും കേരളത്തിൽ CPM-ഉം ഭരിക്കുന്നത് കൊണ്ട് അവസാനിച്ചു അല്ലെ നിർത്തി എന്നൊന്നുമില്ല. അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അത് രണ്ടും രണ്ടാണ്, രണ്ട് തലങ്ങളിലാണ്. അതും ഇതും തമ്മിൽ ബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, തുടങ്ങാൻ ആരാണോ തീരുമാനമെടുത്തത് അവർ നിർത്താൻ തീരുമാനിച്ചപ്പോൾ കാര്യങ്ങൾ അവസാനിച്ചു എന്നുള്ളതാണ്.